അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, ഖിയാമത്ത് നാളിൽ ഈ സമുദായത്തിന് വിളിക്കുന്ന പ്രത്യേകമായൊരു പേരുണ്ട്. സ്വഹീഹ് ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്ന ഉമ്മത്തി യുദ്ഔന യൗമൽ ഖിയാമത്തി ഗുർറൻ മുഹജ്ജലീൻ ബിആസാരിൽ വുളൂ. ഈ സമുദായത്തിന് ഖിയാമത്ത് നാളിൽ വിളിക്കപ്പെടുന്നതായ പേര് ഇന്ന ഉമ്മത്തി, തീർച്ചയായും എൻ്റെ സമുദായം, യുദ്ഔന അവർ വിളിക്കപ്പെടുന്നു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഗുർറൻ മുഹജ്ജലീൻ. ഗുർറൻ മുഹജ്ജലീൻ എന്നാണ് വിളിക്കപ്പെടുന്നത്. ഗുർറൻ മുഹജ്ജലീൻ എന്ന് പറഞ്ഞാൽ മുഖവും കൈകാലുകളും വെട്ടിത്തിളങ്ങുന്നവർ, വെട്ടിപ്രകാശിക്കുന്നവർ. മുഖവും കൈകാലുകളും. എന്തുകൊണ്ടാണ് മുഖവും കൈകാലുകളും വെട്ടിപ്രകാശിക്കുന്നത്? മിൻ ആസാരിൽ വുളൂ എടുത്ത കാരണം കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനോട് ചേർത്ത് ഒരു കാര്യം പറയുന്നുണ്ട് നമ്മോട്. എന്താണെന്നറിയോ? ഫമനിസ്തതാഅ മിൻകും അൻ യുതീല ഗുർറതഹു ഫൽയഫ്അൽ. അപ്പോൾ നിങ്ങൾ വുളൂ ചെയ്യുന്ന സമയത്ത് മുഖവും കൈകാലുകളും ഒരൽപ്പം ഫർദിനേക്കാളും കയറ്റി കഴുകാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഫൽയഫ്അൽ, നിങ്ങൾ അങ്ങനെ ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞാൽ, മുഖവും കൈകാലുകളും പ്രകാശിക്കുന്ന സമയത്ത് വുളൂഇൻ്റെ കാരണം കൊണ്ടാണ് പ്രകാശിക്കുന്നതല്ലോ. അപ്പോൾ നമ്മുടെ വുളൂഇൻ്റെ വെള്ളം എത്തുന്ന ഭാഗം പ്രകാശിക്കുമെന്നുള്ളത്. അപ്പോൾ മുഖത്തിൻ്റെ പ്രകാശം ഒന്ന് വിശാലമാകാൻ വേണ്ടി, കയ്യിൻ്റെ പ്രകാശം ഒന്ന് വിശാലമാകാൻ വേണ്ടി, കാലിൻ്റെ പ്രകാശം ഒന്ന് വിശാലമാകാൻ വേണ്ടി തങ്ങൾ പറയുകയാണ്, ഫമനിസ്തതാഅ മിൻകും, നിങ്ങൾ ആർക്ക് സാധിക്കുന്നുവോ കഴിയുന്നവരൊക്കെ അങ്ങനെ ചെയ്യണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ബഹുമാനികളെ, നമ്മളിൽ അത് ചെയ്യാൻ കഴിയാത്തവർ ആരാ ഉള്ളത്? പലപ്പോഴും നമ്മൾ ഫർളായ ഭാഗം പോലും കഴുകുന്നതിൽ വീഴ്ച വരുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഗൗരവം. അതായത് മുഖം കഴുകുക എന്നത്, മുഖത്തിന് ഒരു പരിധിയുണ്ട്. ആ പരിധി മുഴുവനും കവർ ചെയ്താൽ മാത്രമാണ് മുഖം കഴുകുകൾ ആവുകയുള്ളൂ. മുഖത്തിൻ്റെ പരിധി എന്താണ്? മുഖത്തിൻ്റെ പരിധി മുടി മുളക്കുന്ന ഭാഗം മുതൽ ഇവിടെ മുതൽ താടിയെല്ലിൻ്റെ താഴ്ഭാഗം വരെ, ഒരു ചെവിയുടെ ഭാഗം മുതൽ അടുത്ത ചെവിക്കുറ്റി വരെ, അത് മൊത്തം കവർ ചെയ്യുന്ന നിലയിലായിരിക്കണം നമ്മൾ മുഖം കഴുകേണ്ടത്. എന്നാൽ മാത്രമാണ് മുഖം കഴുകൽ സ്വഹീഹാവുകയുള്ളൂ. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ, ഈ ഉസ്താദ് ചെയ്യുന്നത് പോലെ മുഖം കഴുകുന്നത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ ഉസ്താദ് ചെയ്യുന്ന കാര്യം. അപ്പോൾ ഈ നിലയിൽ അപ്പോൾ ഒരാൾക്ക് സംശയം ഉണ്ടാകാം, മുടി മുളക്കുന്ന ഭാഗം മുതലെന്ന് പറയുമ്പോൾ കഷണ്ടിയുള്ള ആൾക്ക് അയാളുടെ മുഖം അവിടെ മുതലാണ്. അങ്ങനെയല്ല. അതായത് മുടി മുളക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ സാധാരണയിൽ മുടി മുളക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ മുതലാണ് കണക്കാക്കപ്പെടുന്നത്. കഷണ്ടിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ തലയുടെ പകുതി ഭാഗം മുതൽ തന്നെ എന്തുണ്ടാവും? മുടി അവിടെ നിന്നായിരിക്കും ചിലപ്പോൾ മുടി ഉണ്ടാവുക. മുടി എവിടെ നിന്ന് ഉള്ളത് എന്നുള്ളതല്ല, സാധാരണയിൽ മുടി മുളക്കുന്ന സ്ഥലം എന്നുള്ളതാണ്. അതായത് കഷണ്ടി എന്നുള്ളത് മുഖത്ത് മുടിയില്ലാത്ത ആളുകളെ പറ്റി പറയുന്നതല്ലല്ലോ, തലയിൽ മുടിയില്ലാത്ത ആളുകളെ പറ്റി. അപ്പോൾ തലയുടെ ഒരു പരിധി തുടങ്ങുന്നതാണ് മുടി മുളക്കുന്ന ഭാഗം മുതൽ അങ്ങോട്ട് തലയുടെ പരിധി തുടങ്ങുന്നതാണ്. അപ്പം മുഖത്തിൻ്റെ പരിധി വരുന്നത് മുടി മുളക്കുന്ന ആ ഭാഗം മുതൽ താഴത്തേക്ക്, താടിയെല്ലിൻ്റെ താഴ്ഭാഗം വരെ, ചെവിക്കുറ്റിയും അടുത്ത ചെവിക്കുറ്റി. അപ്പം ഇങ്ങനെ മൊത്തം കവർ ചെയ്തിട്ട് നമ്മൾ വുളൂ ചെയ്താലാണ് ഫർള് വിടുകയുള്ളൂ. ഇനി ഒരല്പവും കൂടി അങ്ങോട്ട് കയറ്റി കഴുകണം എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പോൾ ഫർളിലൊരു സൂക്ഷ്മത കൂടിയാകും എന്ന് മാത്രമല്ല, ഖിയാമത്ത് നാളിൽ പ്രകാശിക്കുമ്പോൾ ആ ഭാഗങ്ങളെല്ലാം പ്രകാശിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഖിയാമത്ത് നാളിൽ നമുക്ക് വിളിക്കുന്ന പേരെന്താ? ഗുർറൻ മുഹജ്ജലീൻ എന്നാണ്. വുളൂഇൻ്റെ കാരണം കൊണ്ട് മുഖവും കൈകാലുകളും വെട്ടിപ്രകാശിക്കുന്നവർ എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗുർറൻ മുഹജ്ജലീൻ എന്ന് വിളിക്കുമ്പോൾ സന്തോഷത്തോടുകൂടെ ചെല്ലുന്നവരിൽ നമ്മയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.